കെ എം മാണിയുടെ നിര്യാണം ഈ ഘട്ടത്തിൽ അതീവ ദുഃഖത്തോടെ മാത്രമേ കേരളീയ സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കുറച്ചു നാളായി വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ഇല്ലാത്ത നിലയായിരുന്നു. ഡോക്ടർമാരുടെ അഭിപ്രായം തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇത്തരമൊരു ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ ആദരവ് അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. കെ എം മാണി ദീർഘകാലമായി നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ പ്രവർത്തനത്തിലുണ്ടായതാണ്. തുടർച്ചയായി ധനകാര്യ മന്ത്രിസ്ഥാനം വഹിച്ചു നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു നല്ല പേര് സമ്പാദിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാണിയൊരു പ്രത്യേക രീതി തന്നെ വളർത്തിയെടുത്തിരുന്നു എന്നതാണ് വസ്തുത. അവസാന കാലത്ത് ചില വിവാദങ്ങളിലൊക്കെ അദ്ദേഹം പെട്ടു എന്നത് വസ്തുതയാണെങ്കിൽ മികവുറ്റ പാർലമെന്ററി എന്ന നിലക്കാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി. ഇടതുപക്ഷ പ്രസ്ഥാനവുമായി പല സന്ദർഭങ്ങളിലും അദ്ദേഹം അനുകൂലമായും പ്രതികൂലമായും പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായും കെ എം മാണിയുമായി വളരെ അടുത്തിടപെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ കെ എം മാണിയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം ഞാൻ അറിയിക്കുന്നു. സംതപ്ത കുടുംബാംഗങ്ങളെ ഞാൻ അനുശോചനം അറിയിക്കുന്നു. കെ എം മാണിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമാണ് കണ്ടത്. ജി സുധാകരൻ ഇപ്പോൾ കാണുന്നു മാധ്യമങ്ങൾ. മികച്ച ഒരു ഭരണാധികാരിയുമായിരുന്നു ശ്രീ കെ എം മാണി. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കോടിയേരി പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇണങ്ങിയും പിണങ്ങിയും പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എക്കാലത്തും സ്നേഹവും ബഹുമാനവുമാണ് അദ്ദേഹം ഇടതുപക്ഷ നേതാക്കന്മാരുടെ പ്രകടിപ്പിച്ചത്. എപ്പോഴും പ്രസന്നവതനായി ഏത് പ്രതിസന്ധിയെയും നേരിടുന്ന കെ എം മാണി കേരള രാഷ്ട്രീയത്തിലെ ഒരു അപൂർവമായ പ്രതിഭാസം തന്നെയായിരുന്നു. അഗാധമായ അനുശോചനം. ഇപ്പോൾ കെ ബാബു മുൻ മന്ത്രി ആശുപത്രിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. ജനാധിപത്യ കേരളത്തിന് തീരാ നഷ്ടമാണ്. ആ വേർപാടിൽ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ആശുപത്രിയിൽ ആരെയും കാണിക്കുന്നുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെയൊക്കെ ഒരു കാരണന്മാരുടെ അപ്പനായിട്ട് ഫാദറായിട്ട് കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ആജ്ഞാപനമില്ലെന്ന് പോയി സാറ് പറയുക കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെന്നായി. ഗ്രന്ഥകാരെന്ന നിലയിൽ കൈവച്ച മേഖലകളിലെല്ലാം നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് മാണി സാറിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അധ്വാന വർഗത്തിന് വേണ്ടിയിട്ട്, കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് എന്നും വാദവരാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. കേരള കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി മാണി സാർ എന്ന് പറയുന്ന നേതാവിലൂടെ ഏറ്റവും പ്രസക്തമായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവിൻ്റെയും ഫലം കൂടിയായിട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെടുന്തൂണായിരുന്നു നമ്മുടെ മാണി സാർ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇത് രാഷ്ട്രീയത്തിനും അതീതമായിട്ട് കേരളത്തിന് വലിയ നഷ്ടമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗമാണ് മാണി സാറിൻ്റെ യോഗത്തിലൂടെ ഉണ്ടായത്.
അങ്ങേയറ്റത്തെ ദുഃഖവും സങ്കടമുണ്ട്. ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ നമുക്കറിയാം ഏറ്റവും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും അസൂയാവഹമായി ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റാത്തവണ്ണം ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ. അപ്പോൾ ഇത് എന്തായാലും വളരെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം. കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണമാണ് കണ്ടത്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ എനിക്ക് മാണി സാറുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഞാനുമായിട്ട് ഒരു ഹൃദയബന്ധം തന്നെ ഉണ്ട്, ആ കുടുംബവുമായിട്ടും ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ലോകസഭയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയാണ്. കേരളത്തിൽ ഇത്രയും വർഷം ഇത് നീണ്ടു നിന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അത്രയും ദീർഘവർഷക്കാലമാണ് അദ്ദേഹം ഭരണരംഗത്ത് പ്രശോഭിച്ചത്. അദ്ദേഹം കേരളം കണ്ട ദീർഘവർഷക്കാലം നമ്മുടെ ഈ ധനകാര്യമന്ത്രി പദത്തിരുന്ന ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. 13ഓളം ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ആ റെക്കോർഡ് ആർക്കുമില്ല. കേരളത്തിൽ ഒരിക്കലും ഭേദിക്കപ്പെടാത്ത റിക്കോർഡ്. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ശക്തനായ ഒരു പോരാളിയാണ് അദ്ദേഹം. എല്ലായ്പ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിച്ചു നിർത്തുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരള കോൺഗ്രസ് 2 സീറ്റ് വേണമെന്ന് അദ്ദേഹം ആദ്യം ആവശ്യം ഉന്നയിച്ചപ്പോഴും ഐക്യമോട്ടിയവർക്ക് ഒരു ഭാഗമായിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ ഒരു സമീപനം. അദ്ദേഹത്തിൻ്റെ സമീപ ദിവസം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ഇടയായിട്ടുണ്ട്. പാലായിൽ ഞാൻ പോയ പരിപാടിയിൽ രാത്രി വളരെ വൈകിട്ടാണ് അവിടെ എത്തിയെങ്കിൽ പോലും ആ പരിപാടിയിൽ ഉടനീളം അദ്ദേഹം പങ്കെടുത്താൻ ഓർക്കുന്നു. അതുപോലെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രിയുടെ അവസാനം വരെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഒരു 10-12 ദിവസം മുമ്പാണ് അദ്ദേഹം എന്നെ അവസാനമായിട്ട് വിളിച്ചത്. കോട്ടയത്തെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായിട്ട് ചോദിച്ചറിയുകയുണ്ടായി. കോട്ടയത്തെ കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. ആ പര്യടനം എങ്ങനെയെന്ന കാര്യം ചോദിക്കേണ്ടായി. സ്ഥാനാർത്ഥിയുടെ ശക്തിയും ദൗർബല്യവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചാൽ ഓർക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനാണ് മാണി സാർ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എനിക്ക് വ്യക്തിപരമായിട്ട് നഷ്ടമാണ്. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിന് ഒരു നികത്താനാവാത്ത വിടവായിട്ട് ഞാൻ കാണുകയാണ്. സംതൃപ്ത കുടുംബത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഗാധമായ അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതിപ്പോഴും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. മിക്കവാറും ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ നാളെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി നീട്ടിവെച്ചാൽ മറ്റൊരു ദിവസമില്ല എന്നതുകൊണ്ട് നാളെ പരിപാടി ഉണ്ടാകുമെന്നാണ് എൻ്റെ സൂചന. ഏതായാലും ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷമായി ഇതിൽ അന്തിമമായിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടതിന് പ്രതിപക്ഷ നേതാവ് അറിയിക്കേണ്ടായി. ഓക്കെ. കേരള രാഷ്ട്രീയത്തിലെ അതികായകനായിരുന്ന മാണി സാറിൻ്റെ വേർപാട് അപരിഹാര്യമായ നഷ്ടമാണ് രാഷ്ട്രീയ കേരളത്തിന് ഉളവാക്കിയിരിക്കുന്നത്. നിയമസഭാ സാമാജികൻ എന്ന രൂപത്തിൽ അദ്ദേഹം പാർലമെൻ്ററി ജനാധിപത്യം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ, ഭരണാധികാരി എന്ന രൂപത്തിൽ കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നതാണ്. അദ്ദേഹം അംഗമായിരുന്ന സഭയിൽ ഒരിക്കൽ അംഗമാകാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി നടപടിക്രമങ്ങളിലെ ചിട്ടയാർന്ന സമീപനമെല്ലാം ഞങ്ങളെല്ലാം ആകർഷിച്ചിട്ടുള്ളതാണ്. ഷക്തറാൻ കവൾ ഉദ്ധരിച്ചുകൊണ്ട് സഭയിൽ അദ്ദേഹം നടത്താറുള്ള പെർഫോമൻസ് പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും പാഠപുസ്തകമാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഭയിലെ പെർഫോമൻസ് എല്ലാം. അതേപോലെ ഭരണാധികാരി എന്ന രൂപത്തിൽ കേരളം കണ്ട മികച്ച ഭരണാധികാരിയായി ധനകാര്യമന്ത്രി എന്ന നിലയിലും റവന്യൂ മന്ത്രി എന്ന നിലയിലും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം അരനൂറ്റാണ്ട് കാലം ഒരു മണ്ഡലത്തെ തന്നെ പ്രതിനിധാനം ചെയ്ത് കേരള നിയമസഭയിലെത്താൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് മാണി സാർ. അങ്ങനെ പൊതുവിൽ മാണി സാറിൻ്റെ സംഭാവനകൾ രാഷ്ട്രീയ കേരളത്തിന് വളരെ വിലപ്പെട്ടതാണ്. കേരള രാഷ്ട്രീയത്തിലെ അതികായകനായിരുന്ന മാണി സാറിൻ്റെ വേർപാട് അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. കാലവും ചരിത്രമുള്ള ഒരു കാലം മാണി സാറിൻ്റെ ഈ വലിയ സംഭാവനകൾ നിലനിൽക്കും, സംശയം വേണ്ട. സാറിൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടി നിർത്തിവെച്ച് അനുശോചനം രേഖപ്പെടുത്തി വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് മറ്റു കാര്യങ്ങളിൽ ശവസംസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നതിനും അനുശോചനം രേഖപ്പെടുന്നതിനുമാണ് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും സാറിൻ്റെ വേർപാട് നമുക്കേവർക്കും വിഷമവും വേദനയും ഉളവാക്കുന്നതാണ്, സംശയമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ നഷ്ടമാണ്. ഇന്നലെ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ അധികൃതർ അറിയിച്ചത് ആരെയും കാണാൻ സമ്മതിക്കില്ല എന്നാണ്.
അതിൽ വലിയ പ്രയാസമുണ്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്തത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം പറയാം, അത് ഇവിടെ മാത്രമല്ല, അദ്ദേഹവും ഞാനുമായി ഏതെല്ലാം വേദികൾ പങ്കിട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പലരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. മാതൃഭൂമി ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാൻ ബഡ്ജറ്റ് എഴുതിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ മുറിയിൽ ചെന്നു. എന്നോട് ചോദിച്ചാൽ അറിയില്ല ഞാൻ ബഡ്ജറ്റ് എഴുതുകയാണെന്ന്. ഞാൻ ഒന്നും അറിയാത്തത് കൊണ്ടല്ല, എൻ്റെ സ്ഥാപനം ഇന്നൊരു വലിയ പ്രശ്നത്തിലാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ മാതൃഭൂമി പൂട്ടിപ്പോവും. വാദിയോ അപ്പോൾ തന്നെ ഫോൺ എടുത്തു. വേണ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചു. ഇവരും നാളെ രാവിലെ അത് ശരിയായിരിക്കുന്നു. അത് ശരിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ മാതൃഭൂമി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആ വലിയ മനുഷ്യനോട്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ടെലിഫോണായിരുന്നു. ശ്രീ കാനം രാജേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് KM മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ, ഭരണാധികാരിയെ ഓർക്കുന്നത്? കേരളത്തിലെ ശ്രദ്ധേയനായ പാർലമെന്ററിയനും ഊർജ്ജസ്വലനായ ഒരു ഭരണാധികാരിയുമായിരുന്നു ശ്രീ KM മാണി. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി എന്ന നിലയിലും വിവിധ വകുപ്പുകൾ പലപ്പോഴായി കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രി എന്ന നിലയിലും തൻ്റെ കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ സജീവ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ശ്രീ KM മാണി. കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും അതിനെ സജീവമാക്കി നിർത്തുന്നതിനും ശ്രീ മാണി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളത്തിലെ പൊതുജീവിതത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീ KM മാണിയുടെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും ഞങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കട്ടെ. ശ്രീ കാനം രാജേന്ദ്രൻ അനുശോചനമാണ് കേട്ടത്. നമ്മോടൊപ്പം ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ശ്രീ ഉമ്മൻചാണ്ടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു മാണിയെ? ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ മാണിയെ എങ്ങനെ ഓർക്കുന്നു? കേരളീയ രാഷ്ട്രീയത്തിൽ 60 വർഷക്കാലം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുരംഗത്തും ജനാധിപത്യ സ്ഥാനങ്ങൾക്കും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന മാണി സാർ എന്നാണ്. മാണി സാറിന്റെ എന്റെ ബന്ധം ഏറ്റവും നീണ്ട ഒരു കാലഘട്ടത്തെ എന്റെ ഇതിനെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കരുത്. അതൊരു കൊച്ചിനെയും കൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കാവൂ. നോട്ടം കണ്ടില്ലേ? ഹലോ, പറയും ശ്രീ ഉമ്മൻചാണ്ടി, കേൾക്കാം. അദ്ദേഹത്തിന്റെ എന്റെ ബന്ധം ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകൻ എന്നതിനൊക്കെ ഉപരി എനിക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു നേതാവ് കൂടിയായിരുന്നു. മാണി സാറ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു വ്യക്തമായ ഉപദേശം, വ്യക്തമായ തീരുമാനം ഉണ്ടാകുന്നതിന് സഹായം ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വേർപാട്
പൊതുരംഗത്ത് വലിയ ഒരു ആഘാതമാണ്. അദ്ദേഹം താൻ നയിക്കുന്ന പാർട്ടിയെ, കേരള കോൺഗ്രസിനെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പാർട്ടിയാക്കി മാറ്റാൻ, കർഷകരുടെ ഏറ്റവും അടുപ്പമുള്ള പാർട്ടിയാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന് വിജയം കാണാൻ സാധിച്ചിട്ടുണ്ട്. പല റിക്കാർഡുകളിട്ട ശേഷമാണ് അദ്ദേഹം വിട്ടുപിരിയുന്നത്. 50 വർഷത്തിലേറെ കാലം ഒരേ നിയോജകമണ്ഡലത്തിൽ നിന്ന് MLA ആയ കാലം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. അതുപോലെ നിരവധി മേഖലകളിൽ തന്റെ വ്യക്തിത്വവും നേതൃത്വവും നേതൃപാഠവും തെളിയിച്ച അദ്ദേഹത്തിന്റെ വേർപാടിന് മുമ്പിൽ ഞാൻ എന്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കഴിഞ്ഞ 55 വർഷത്തിലേറെയായി അടുപ്പമുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ, സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട മാണി സാർ. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി മാണി സാർ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളുടെ അടുപ്പം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. കേരളത്തിലെ മുൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും 1969 മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം 3 പ്രാവശ്യം എൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് ഏറ്റവും വലിയ പിന്തുണയും കരുത്ത് നൽകി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മന്ത്രിസഭയ്ക്ക് അദ്ദേഹം ഒരു കരുത്തായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിലെ ജനാധിപത്യ മുന്നണിക്കും പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിക്കും അദ്ദേഹം കരുത്തായിരുന്നു. കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷക ജനതയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരിൽ ഏറ്റവും മുന്നണിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. കർഷകൻ്റെ മോചനം ലക്ഷ്യമാക്കി അദ്ദേഹം ഒരു പുതിയ സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ചു. അധ്വാനവർഗത്തിൻ്റെ സിദ്ധാന്തം. കർഷകൻ്റെ കണ്ണീരൊപ്പുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിത ദൗത്യമായി അദ്ദേഹം കണ്ടെത്തി. മന്ത്രിയായി ഓരോ ഘട്ടത്തിൽ റവന്യൂ മന്ത്രിയായിരുന്നപ്പോഴും ധനകാര്യമന്ത്രിയായിരുന്ന അവസരത്തിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് കേരളത്തിലെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണമായിരുന്നു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ധനകാര്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയ ധനകാര്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ധനകാര്യമന്ത്രിമാരിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. GST കൗൺസിലിൻ്റെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ GSTയെക്കുറിച്ചുള്ള ധനകാര്യമന്ത്രിമാരുടെ സമിതിയുടെ ചെയർമാനായി കുറേക്കാലം പ്രവർത്തിച്ചു. അങ്ങനെ ദേശീയ തലത്തിലും ഏറെ ബഹുമാനിച്ചിരുന്ന ശ്രദ്ധേയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും കേരളം ഓർത്തിരിക്കും. അത് എൻ്റെ മനസ്സിൽ തൊട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കാരുണ്യ പദ്ധതിയാണ്. ആ പദ്ധതി അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ലോട്ടറി ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഈ രാജ്യത്തെ ഒരു ഗവൺമെൻറ്റും അതിനു മുമ്പ് കഷ്ടപ്പെടുന്ന
രോഗികൾക്ക് വേണ്ടി, അതും ഏറ്റവും പണച്ചെലവുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി ഹൃദ്രോഗികൾ, കിഡ്നി രോഗമുള്ളവർ, പാലിയേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ക്യാൻസറുള്ളവർ തുടങ്ങിയ രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കൊടുക്കുന്നതിന് വേണ്ടി ആണ് അദ്ദേഹം കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചതും ആ പദ്ധതിക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പദ്ധതിക്ക് വേണ്ടി മാത്രമായി ഒരു ഓട്ട് തുടങ്ങിയത്. ആ പദ്ധതിയിൽ കൂടി ഒരു വലിയ തുക, ഏതാണ്ട് 200-800 കോടി രൂപ അദ്ദേഹം മന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും വളരെയേറെ കഴിവ് തെളിയിച്ച ഒരു നേതാവാണ്. അസംബ്ലിയിൽ KM മാണി പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഏത് ഗവൺമെൻറ്റാണെങ്കിലും, ഏത് മുഖ്യമന്ത്രിയായാലും, ഏത് മന്ത്രിമാരായാലും, ഏത് നിയമസഭാംഗങ്ങളായാലും അവർ ശബ്ദരാകും. അദ്ദേഹം വെറും വാചകമടിക്കുന്ന ഒരു നിയമസഭാ സാധനമായിരുന്നില്ല. പ്രശ്നങ്ങൾ പഠിച്ച് വിശദമായി അവതരിപ്പിക്കും. ഏറ്റെടുക്കുന്ന ദൗത്യം അസംബ്ലി അദ്ദേഹം സമർത്ഥമായി അവതരിപ്പിക്കും. 1967 ശ്രീ കരുണാകരൻ നേതൃത്വത്തിൽ 9 അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് അന്ന് കേരള കോൺഗ്രസ് പൊതിച്ചപ്പോൾ പാലായെ പ്രതിനിധീകരിച്ച് MLA ആയി വന്ന അദ്ദേഹം അസംബ്ലിയിലെ ഏറ്റവും സമർത്ഥനായ, ഏറ്റവും വാചാലനായ അന്നത്തെ ഭരണകക്ഷിയെ EMS അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ ചോദ്യശേഖരങ്ങൾ ഉയർത്തി വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് EMS ആയാലും, നായനാരായാലും, അച്യുതാനന്ദനായാലും, പിണറായി വിജയനായാലും, രാഷ്ട്രീയ പ്രതിനിധികൾ പോലും രാഷ്ട്രീയമായി നിൽക്കുമ്പോഴും മാണി സാറിനോട് പ്രത്യേകമായൊരു പരിഗണന കാണിച്ചിരുന്നു.